ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ നമ്മുടെ മക്കൾക്കൊക്കെ പറ്റിയ ഒരു ഈവനിങ് സ്നാക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. വെജിറ്റബിൾസ് കഴിക്കാത്ത നമ്മുടെ കുട്ടി കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. ഇതിനകത്ത് മെയിനായിട്ട് വേണ്ടത് 2 കോഴിമുട്ട പുഴുങ്ങിയത്, പിന്നെ സവോള. ബാക്കി വരുന്ന എല്ലാ വെജിറ്റബിൾസും നോൺ വെജ് ഐറ്റംസും എല്ലാം നമുക്ക് ഓപ്ഷൻസാണ്. അപ്പോൾ 2 പുഴുങ്ങിയ മുട്ട നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ചേർക്കുന്ന ഐറ്റംസ് കൂടാതെ ക്യാരറ്റോ അല്ലെങ്കിൽ ചിക്കൻ വേവിച്ചതിൻ്റെ പീസസോ ഇനി പൊട്ടറ്റോസോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് വേവിച്ചത് ഇതേപോലെ ഗ്രേറ്റ് ചെയ്ത് ചേർക്കാം. അപ്പോൾ ഞാൻ ചേർത്തത് 2 പുഴുങ്ങിയ മുട്ട, ഒരു ചെറിയൊരു സവാള ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു 5-6 വേപ്പില, പിന്നെ 2-3 പച്ചമുളക്, പിന്നെ കുറച്ച് ഇഞ്ചി കുഞ്ഞുകുനായിട്ട് അരിഞ്ഞത്. ഇനി വെളുത്തുള്ളി ഉണ്ടെങ്കിൽ വെളുത്തുള്ളിയും കൂടി ചേർക്കാം. പിന്നെ ഞാൻ ചേർക്കുന്നത് ക്യാബേജാണ്, ചെറിയൊരു കഷ്ണം ക്യാബേജ്. ഇതിലേക്ക് നമുക്ക് ക്യാരറ്റും ക്യാപ്സിക്കം അതേപോലെ ചിക്കനോ ബീഫോ ഇതെല്ലാം വേവിച്ച് ചേർക്കാം. അത് ഓപ്ഷൻസാണ് കേട്ടോ, നമ്മുടെ അടുത്ത് ഉള്ളതുപോലെ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, ഇനി 1/2 ടീസ്പൂൺ മസാലപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് എല്ലാം ടൈറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ നമുക്ക് കോൺഫ്ലവറോ അല്ലെങ്കിൽ കോൺഫ്ലവർ ഇല്ലാത്തവർ മൈദയായാലും മതി. ഞാനിപ്പോൾ കോൺഫ്ലവറാണ് ചേർക്കുന്നത്. അപ്പോൾ കോൺഫ്ലവർ പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ചേർക്കാം. ഇനി നമ്മൾ പരിപ്പൊടിക്കൊക്കെ നമ്മൾ പരത്തില്ലേ, അതേപോലെ നമുക്ക് ഓരോന്നും ഇതേപോലെ പരത്തിയെടുക്കാം. മൊത്തം നമ്മളെല്ലാം പരത്തി എടുത്ത് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ പിന്നെ നമുക്ക് കൈ അഴുക്കാക്കേണ്ട കാര്യമില്ല. നമുക്ക് ജസ്റ്റ് സ്പൂൺ വെച്ചിട്ടാണെങ്കിലും നമുക്ക് ഫ്രൈ ചെയ്തെടുത്താൽ മതി. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യണം. ഞാൻ തീർച്ചയായിട്ടും റിപ്ലൈ തരും. അപ്പോൾ ഇതേപോലെ എല്ലാം നമുക്കിതേപോലെ റെഡിയാക്കി എടുക്കാം. ഇനി ഒരു നോൺ സ്റ്റിക്ക് പാൻ അടുപ്പത്തേക്ക് വെക്കാം. ചൂടായതിന് ശേഷം അതിലേക്ക് കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിലോ ഒഴിക്കാം. ഞാൻ ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്, ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്യുന്നില്ല, അധികം വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതേപോലെ നമുക്ക് ഓരോന്ന് നമുക്ക് നമ്മുടെ എഗ് ക്യാബേജ് കോമ്പിനേഷനിൽ വരുന്ന ഒരു ബജി എന്ന് വേണമെങ്കിൽ വിളിക്കാം. ഇത് നമുക്ക് ഇതേപോലെ ഫ്രൈ ചെയ്യാനിടാം. ഒരു ഗോൾഡനിഷ് ബ്രൗൺ ആകുമ്പോഴേക്കും നമുക്ക് മറിച്ചിടാം. പിന്നെ ആദ്യമേ തീ കൂട്ടി വെക്കരുത്, കാരണം പെട്ടെന്ന് പുറമേ മാത്രമുള്ളത് കരിഞ്ഞു പോവും. ക്യാബേജിൻ്റെയൊക്കെ പെട്ടെന്ന് തന്നെ അതിൻ്റെ തൊലി കറുത്തു പോവും, കരിഞ്ഞു പോവും. അപ്പോൾ അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട്. അത്യാവശ്യം നല്ല രീതിയിൽ ഒരു ഗോൾഡൻ ബ്രൗണിഷ് കളറായി കഴിയുമ്പോഴേക്കും നമുക്ക് ഇതിൻ്റെ ഒരു സൈഡൊന്ന് മറിച്ചിടാം. ഇപ്പോൾ ഏകദേശം ഒരു സൈഡൊക്കെ ഒന്ന് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കെല്ലാം ഒന്ന് മറിച്ചിട്ടും കൂടി നമുക്ക് വറുത്തെടുക്കാം. നമ്മുടെ ക്യാബേജ് എഗ് ബജി റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. നോക്കി കാണുമ്പോൾ തന്നെ അടിപൊളിയല്ലേ, എല്ലാവർക്കും ഇഷ്ടമാവും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പച്ചക്കറി കഴിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് പറ്റിയൊരു ഐറ്റമാണ്. ഇതിനകത്ത് എന്താണെന്നൊന്നും അവർക്കറിയില്ല. ഇനി ചിക്കൻ്റെയൊക്കെ എന്തെങ്കിലും ഒരു പീസ് ഉണ്ടെങ്കിൽ നമുക്കത് ചേർത്താലും മതി. അപ്പോൾ കുട്ടികൾക്ക് ആ ഒരു ചിക്കൻ്റെ പീസും കഴിക്കുമ്പോഴേക്കും ബാക്കിയുള്ളതൊന്നും അറിയില്ല, ശ്രദ്ധിക്കില്ല. അപ്പോൾ നല്ല ടേസ്റ്റാണ്, കാണുന്നത് പോലെ തന്നെ നല്ല രുചിയുള്ളതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ബൈ.